ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ സൺഡേ ടോക്ക്. അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കിടാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെക്കുറിച്ചാണ്. എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ടല്ലോ. നമ്മളൊരു സംഭവമാണല്ലോ. മാത്രമല്ല കഴിഞ്ഞ 61 ഇയേഴ്സ് ആയിട്ട് ഞാനൊരു സ്ത്രീയാണല്ലോ. അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജനിച്ച ഒരു വയസ്സാവുന്ന മുതൽ നമ്മുടെ വീട്ടുകാർ അഭിനയം പഠിപ്പിച്ചു തുടങ്ങും. എങ്ങനെ അച്ചടക്കത്തോടു കൂടി പെരുമാറണം, നമുക്ക് എത്ര ദേഷ്യം വന്നാലും കയർത്ത് സംസാരിക്കുകയോ എല്ലാം ഉള്ളിൽ ഒതുക്കി സൗമ്യമായി പെരുമാറണം. അതുപോലെ എല്ലാവരുടെ അടുത്ത് ഭയഭക്തി ബഹുമാനമൊക്കെ കാണിക്കുക. അതേ ഉച്ചത്തിൽ സംസാരിക്കരുത്, അതേ ഉച്ചത്തിൽ ചിരിക്കരുത്. നമ്മളുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ ക്ഷമ കാണിക്കണം. അങ്ങനെയൊക്കെ നമ്മളെ അങ്ങോട്ട് അഭിനയിക്കാൻ പഠിപ്പിക്കുകയാണ് അല്ലേ, കുറേ വർഷത്തെ അഭിനയം. അതിപ്പോൾ വീട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൊസൈറ്റിയിൽ നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ട്രെയിനിങ് ആണ്. അതുപോലെ തന്നെ നമ്മളെ കെട്ടിച്ചു വിടുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവരെ സർവൈവ് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു പോരുമല്ലോ. അപ്പോൾ അതിനൊക്കെ ആയിട്ട് തരുന്ന ഒരു ട്രെയിനിങ് ആണത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പുരുഷന്മാരുടെ അടുത്താണെങ്കിലും നമ്മൾ കുറച്ച് താന്ന് നിൽക്കണം. അവരുടെ അത്രയും ബുദ്ധിയോ അവരുടെ അത്രയും അറിവോ കഴിവോ ഇല്ലെന്ന് അഭിനയിച്ച് നിൽക്കണം അല്ലേ. അങ്ങനെ നാട്ടുകാരുടെ അടുത്തും നമ്മൾ വളരെ അച്ചടക്കത്തോടു കൂടിയാണ് സ്കൂളിലൊക്കെ പോകുന്നത് അല്ലേ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഇല്ല, എങ്കിലും നല്ല കുട്ടിയാണെന്ന് ആളുകൾ പറയണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം. അതുപോലെ തന്നെ ആരെങ്കിലും നമ്മളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ബസ്സിലൊക്കെ കയറുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ദേഹത്ത് തൊടാൻ വരും. അതുപോലെ തന്നെ കയറി പിടിക്കുന്നവരുണ്ട് പെൺകുട്ടിയുടെ ദേഹത്ത്. എങ്കിലും നമ്മൾ മിണ്ടരുത്, അത് സഹിക്കുക. മിണ്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കെട്ടാൻ ആളുണ്ടായില്ലെന്ന് വരും. അല്ല, അഥവാ നമ്മളിപ്പോൾ മിണ്ടിയിട്ടുണ്ടെങ്കിൽ അത് കേൾക്കുന്നവരെന്താണ് പറയുന്നത്? അവളുടെ വസ്ത്രധാരണത്തിന്റെ കുറ്റം, അല്ലെങ്കിൽ അവളുടെ കയ്യിലിരിപ്പിന്റെ കുറ്റം എന്ന് മാത്രമാണ് നാട്ടുകാർ പറയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരെന്ത് ചെയ്താലും ഇന്ന് കേരളത്തിലുള്ള പെൺകുട്ടികൾക്ക് അത് പുറത്ത് പറയാനൊക്കില്ല എന്നുള്ള ഒരു സാഹചര്യമാണ്. കേരളത്തിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇന്ത്യ മുഴുവൻ അങ്ങനെ തന്നെയാണ് എന്നാണ്. ഒരു പെൺകുട്ടി ആരെന്ത് ചെയ്താലും അത് സഹിക്കുക, പുറത്ത് മിണ്ടാതിരിക്കുക. അങ്ങനെയാണ് നമ്മളെ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു 10-25 വയസ്സാകുമ്പോൾ ഒരു അറിയില്ലാത്തവൻ്റെ കൂടെ നമ്മളെ പറഞ്ഞു വിടുകയാണ് അല്ലേ. അപ്പോൾ കല്യാണം കഴിയുന്നതോടുകൂടിയാണ് നമ്മൾ തകർത്ത് അഭിനയിക്കുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറിയില്ലാത്ത ഭർത്താവ് അയാളുടെ അടുത്ത് ഭയഭക്തി ബഹുമാനം അങ്ങ് കാണിക്കുകയാണ്. ഈ അറിയില്ലാത്ത മനുഷ്യ ഇത്രമാത്രം നമുക്ക് എന്താണ് ഭയഭക്തി ബഹുമാനം? അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു നാട്ടിൽ വളരുന്നവരായിരിക്കുമല്ലോ നമ്മുടെ ഹസ്ബൻഡും നമ്മളും ഒക്കെ. അതുപോലെ തന്നെ ഒരേപോലത്തെ ഉള്ള സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഏകദേശം ഒരേ അറിവൊക്കെ തന്നെയായിരിക്കും. എങ്കിലും ഭർത്താവിൻ്റെ അത്ര അറിവുള്ളതായിട്ട് കാണിക്കരുത്. ഭർത്താവ് ഇപ്പോൾ ഒരു തെറ്റാണ് പറയുന്നതെങ്കിൽ അത് തിരുത്തൊന്നും ചെയ്യരുത്. അപ്പോൾ അവൻ്റെ ഈഗോയെ അത് ഹേർട്ട് ചെയ്യും അല്ലേ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളത് അറിയാം. നമ്മുടെ ഹസ്ബൻഡ് റോങ് ആണെങ്കിലും നമ്മളത് മിണ്ടാതെ നിന്നോളണം. അതിപ്പോൾ നമ്മുടെ ഹസ്ബൻഡിന് കുറച്ച് പഠിത്തം നമ്മളെക്കാൾ കുറവാണെങ്കിൽ നമ്മൾ ശരിക്കും പൊട്ടിയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ വിവാഹ ജീവിതം നന്നായിട്ടിരിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരൻസിനോട് അതിൽ കൂടുതൽ ഭയഭക്തി ബഹുമാനം അങ്ങ് അഭിനയിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നാട്ടുകാരൊക്കെ വന്ന് ചോദിക്കും, എങ്ങനെയുണ്ട് പുത്തമ്പണ്ണ് എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടല്ലേ. നമുക്കതിലൊക്കെ പിടിച്ചു നിൽക്കണ്ടേ. അതുകൊണ്ടാണ് ഈ അഭിനയിച്ച് തകർക്കുന്നത്. അതിപ്പോൾ ഒരു പണമുള്ള വീട്ടിലെ പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ അഭിനയിക്കണം, കുറേയും കൂടി സൗമ്യം കാണിക്കണം. അല്ലെങ്കിൽ പറയും പണത്തിൻ്റെ അഹങ്കാരമാണ് എന്നുള്ള ഇത് വരും. അങ്ങനെ കാലങ്ങൾ കടന്നു പോകും. പിന്നെ മക്കളുണ്ടായി കഴിയുമ്പോൾ മക്കളുടെ അടുത്തും അഭിനയം തുടങ്ങണം എന്നുള്ളതാണ്. എങ്കിലല്ലേ നമ്മൾ നല്ല അമ്മയാവുകയുള്ളൂ. അപ്പോൾ എനിക്ക് ഈ അഭിനയം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ഭയങ്കര ഒരു അഭിനേത്രിയാണ് കേട്ടോ. നിങ്ങളോർക്കുന്ന മഞ്ജു വാര്യരാണ് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നതെന്ന്. അതിനെ മഞ്ജു വാര്യരെയൊക്കെ ഞാൻ കടത്തി വെട്ടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഭിനയത്തിൽ 100% എഫേർട്ട് ഇടുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ മിക്കവാറും ഞാൻ ഈ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ്. എന്നോർത്ത് ഞാൻ പുറത്ത് പോവില്ല. ഞാൻ ക്ലിനിക്കിൽ പോകാറുണ്ട്, ഷോപ്പിങ്ങിന് പോകാറുണ്ട്, പുറത്ത് നമ്മൾ അറിയില്ലാത്തവരോടൊക്കെ സംസാരിക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ അറിയുന്ന മനുഷ്യർ കൂടുന്ന സ്ഥലങ്ങളിൽ ഞാൻ അധികം പോകാറില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ അഭിനയിക്കാൻ. അഭിനയിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു മോശക്കാരിയായി മാറും. അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ പോലും വിളിക്കാൻ
അറിയുന്നവരെ ഫോൺ പോലും വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതുമൊക്കെ സംസാരിച്ചെന്നിരിക്കും, അതിലെ കുറ്റം കണ്ടുപിടിക്കും, നമ്മളെ അവിടെ ഇട്ട് പിടികൂടുന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുറച്ചേ ഫോൺ വിളിക്കാറുള്ളൂ. അതുപോലെ തന്നെ അറിയുന്നവർ കൂടുന്നിടത്ത് ഞാൻ വളരെ കുറച്ചേ പോവാറുള്ളൂ എന്നുള്ളതാണ്. എനിക്ക് ഈ അഭിനയം വിഷമുള്ള കാര്യമായതുകൊണ്ട് തന്നെ അപ്പോൾ എനിക്ക് ഞാനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. അതെനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നാറുള്ളത് രണ്ടിടങ്ങളിലാണ്. ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ 100% ഞാനായിട്ട് തന്നെയാണ് പുള്ളിയുടെ അടുത്ത്. ഈ ആവശ്യമില്ലാത്ത ഭയഭക്തി ബഹുമാനങ്ങളോ അതുപോലെ തന്നെ എല്ലാം ഉള്ളിൽ ഒതുക്കി, സങ്കടങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി ഒന്നും ജീവിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്കതിനൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്താണ് ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ വളരെ കംഫർട്ടബിളാണ്. ഇതുപോലെ വന്ന് തുറന്ന് എൻ്റെ അഭിപ്രായങ്ങളും എല്ലാം ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്, അല്ലേ? എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ ഒരിക്കലും ഒരു മോശം കമൻറ്റ് പോലും എനിക്ക് എഴുതാറില്ലെന്നുള്ളതാണ്. അത് തന്നെ എനിക്ക് ഞാൻ അതിൽ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് പോന്നിട്ട് 10-40 വർഷമായ ആളാണ്. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അതിശയം തന്നെയാണ്. കാരണം സാധാരണ എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയയിൽ വരാനാണ് കൂടുതലും ബുദ്ധിമുട്ട്. എന്താണെന്ന് വെച്ചാൽ മോശം കമൻസ് ഇടും ആളുകൾ, പലതും അവരെക്കുറിച്ച് സംസാരിക്കും എന്നുള്ളത് കൊണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ രണ്ടിടങ്ങളിലാണ്, ഹസ്ബൻഡിൻ്റെ അടുത്തും പിന്നെ സോഷ്യൽ മീഡിയയിലുമാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നാറ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തരുന്ന ആ സപ്പോർട്ട് തന്നെ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഞാനങ്ങ് തുറന്ന് സംസാരിക്കുകയാണ് എൻ്റെ അഭിപ്രായങ്ങളെക്കുറിച്ച്. പക്ഷേ ഇപ്പോൾ ഒരു വ്യക്തി എൻ്റെ മുന്നിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ അറിയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഞാനിങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി എന്തുമാത്രം ക്രിട്ടിസൈസ് ചെയ്യും. അപ്പോൾ എനിക്കങ്ങനെ തുറന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ മീഡിയയിലാണ് എനിക്ക് ഞാനായിട്ട് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ താങ്ക് യു പറയുന്നു. അപ്പോൾ മിക്കവാറും സ്ത്രീകൾ ഒരു 10-50 വയസ്സ് വരെ അഭിനയമാണ്. ഒരു 50 വയസ്സാകുമ്പോൾ നമ്മളത് മടുക്കും. എല്ലാവരും പ്ലീസ് ചെയ്യാനൊന്നും നോക്കില്ല, നമ്മുടെ അഭിപ്രായമൊക്കെ പറയും. ഇവരൊക്കെ ആര്, ഇവരെയൊക്കെ പ്ലീസ് ചെയ്തിട്ട് എന്ത് കാര്യം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡൊക്കെ വരും. അത് ആ സ്ത്രീകൾക്ക് മെനപ്പോസ് ആവുന്ന ഒരു സമയമൊക്കെ ആകുമ്പോൾ, ഒരു 19 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്ന ഒരു സമയമാണ്. അത് എത്ര നേരത്ത് നമുക്ക് തുടങ്ങാൻ പറ്റിയോ അത്രയ്ക്കും നല്ല കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് ഇനി എത്ര നാൾ ഇങ്ങനെ അഭിനയിച്ച് ജീവിക്കേണ്ടി വരും? എത്ര തലമുറകൾ അങ്ങനെ അഭിനയിച്ച് ജീവിക്കേണ്ടി വരും? നമ്മളല്ലാതെ ആളുകളുടെ അപ്രൂവൽ കിട്ടാനായിട്ട് ഒരു അഭിനയ ജീവിതം എടുക്കേണ്ടി വരും. എൻ്റെ ഇപ്പോൾ ഒരു 61 വർഷമായിട്ടുള്ള അഭിനയമാണ്. നിങ്ങൾ പലരും അങ്ങനെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ സൊസൈറ്റി അംഗീകരിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എനിക്ക് ചെറുപ്പം മുതലേ ചെറിയൊരു പൊട്ടിയായിട്ട് അങ്ങ് അഭിനയിച്ചാൽ മതിയായിരുന്നു. ഇത്രയും തകർത്ത് അഭിനയിക്കുന്നതിൽ എളുപ്പമാണ്, അല്ലേ? എന്താണെന്ന് വെച്ചാൽ ഇത്രയും അഭിനയിച്ച് തകർക്കുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. കൂടി വന്ന നാട്ടുകാരും വീട്ടുകാരൊക്കെ പറയും ആ പെണ്ണ് കുറച്ച് പൊട്ടിയാണ് എന്ന്, അല്ലേ? അത്രയല്ലേ പറയുള്ളൂ. പിന്നെ നമ്മൾ എങ്ങനെ സംസാരിച്ചാലും എന്തറിയില്ലെങ്കിലും ഏത് രീതിയിൽ പെരുമാറിയാലും ആർക്കും ഒരു കുഴപ്പമില്ല. കൂടി വന്ന ആ പെണ്ണ് ഇച്ചിരി പൊട്ടിയാന്ന് പറയുള്ളൂ, അല്ലേ? അപ്പോൾ പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള ഒരാളാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അതാണ് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ, രസമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ നൗ.